Chapter 14 Oscillations. എന്താണ് പീരിയോഡിക് മോഷൻ നോക്കാം നമുക്ക്. മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ, ആവർത്തിക്കുന്ന മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എ എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ. മെയിൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ദെൻ പീരിയഡ് ടി, ക്യാപിറ്റൽ ടി. ടൈം ഫോർ വൺ ഓസിലേഷൻ. ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ന്യൂ, നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുണ്ടാവുന്ന ഓസിലേഷൻസിൻ്റെ എണ്ണം. അപ്പോൾ പീരിയോഡിക് മോഷൻ, മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ, ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ, പീരിയഡ്, ടൈം ഫോർ വൺ ഓസിലേഷൻ, ഫ്രീക്വൻസി, നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഇനി പീരിയഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ അതാണ്. ടി ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1/ന്യൂ. റെസിപ്രോക്കൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു 1/t. രണ്ട് രീതിയിലും എഴുതാം. ഇനി പീരിയഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെലോസിറ്റി ആണ്. ഇവിടെ ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π/ω നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒമേഗയ്ക്കുള്ള ഫോർമുല കാണാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ഒമേഗ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ടി താഴത്തേക്ക് വന്നു. അപ്പോൾ 2π/t വന്നു. 1/t എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ന്യൂ ആണ്. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2π ന്യൂ. അപ്പോൾ ഒമേഗയ്ക്ക് രണ്ട് ഫോർമുല കിട്ടി. 2π/t അല്ലെങ്കിൽ 2π ന്യൂ നമുക്ക് കിട്ടി. അടുത്ത നോക്കുക, സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM. മോഷൻ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ സൈൻ ഫംഗ്ഷൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ ഓർ കോമ്പിനേഷൻ ഓഫ് ടു ഫംഗ്ഷൻ. ഒരു മോഷനെ സൈൻ ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും. അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ മറ്റൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഫോഴ്സ് ഓർ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സലറേഷൻ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ സിമ്പിൾ ഹാർമോണിക് മോഷനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ രണ്ടാമത്തെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു -xt ഓർ എ പ്രൊപ്പോർഷണൽ ടു -xt എന്ന് കൊടുക്കുക. അപ്പോൾ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നെഗറ്റീവ് സൈൻ കാണുന്നത് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കാനാണ്. ഇവിടെ ഏത് ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, നെഗറ്റീവ് സൈൻ കാണിക്കുന്ന എന്താണ്? ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഒരു സർക്കുലർ മോഷൻ ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ഈ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരത്തെ നമുക്ക് xt എന്ന് കൊടുക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള ഇക്വേഷൻ കിട്ടി. xt ഈസ് ഈക്വൽ ടു a cos ωt + φ. ഇത് നോക്കുക, എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ωt + φനെ നമ്മൾ വിളിക്കുന്ന പേര് ഫേസ് എന്നാണ്. ഇതിൽ ഒമേഗ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അതുപോലെ തന്നെ ഫൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ് ഓർ എപ്പോക്ക്. ഇവിടെ നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ xt ഈസ് ഈക്വൽ ടു a cos ωt + φ. എ ആംപ്ലിറ്റ്യൂഡ്, ωt + φനെ വിളിക്കുന്ന പേര് ഫേസ്. അതിൽ ഒമേഗ നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി ആണ്. ഫൈനെ വിളിക്കുന്ന പേര് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ എപ്പോക്ക് എന്ന് വിളിക്കുന്നുണ്ട്. പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പീരിയഡ് ഓഫ് ഓസിലേഷനുള്ള ഡെറിവേഷൻ ആണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ബൈ ഡയമെൻഷണൽ മെത്തേഡ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു സിമ്പിൾ പെൻഡുലാണത്. ഒരു ബോബ്, ഒരു സ്പിയർ ഒരു നൂലിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മീൻ പൊസിഷനാണ്. മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഈ പോയിന്റിലെത്തി. ഇപ്പോൾ ഇവിടെ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്ന് ഈ ബോബിന്റെ സെന്റർ വരെയുള്ള ദൂരമാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. അത് എല്ലായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. മീൻ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഈ ആർക്ക് എന്ന് പറയുന്നത് s ആണ്. മാസ് m നേരെ താഴത്തേക്കാണ്. അതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, mg sin തീറ്റയും അതുപോലെ തന്നെ mg cos തീറ്റയും.
ഈ ബോഡി ഇവിടെ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആ തിരിച്ചു വരുന്നതിനുള്ള കാരണം ആരാണ്? ഈ റിസ്റ്റോറിംഗ് ഫോഴ്സിനുള്ള കാരണം ഈ mg sin തീറ്റയാണ്. സോ വി ക്യാൻ റൈറ്റ് റിസ്റ്റോറിംഗ് ഫോഴ്സ് F is equal to minus mg sin തീറ്റ. തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് sin തീറ്റ is equal to തീറ്റ എന്ന് കൊടുക്കാം. Therefore F is equal to minus mg തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ ആണ്. ആംഗിൾ is equal to ആർക്ക് ബൈ റേഡിയസ് ആണെന്ന് പറയാം. ഇവിടെ ആർക്ക് എന്ന് പറയുന്നത് S ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് L ആണ്. സോ വി ക്യാൻ റൈറ്റ് F is equal to minus mg ഇൻറ്റു തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? S by L കൊടുത്തു. ഇനി ആക്സലറേഷൻ A is equal to F by m. നമുക്കറിയാം F is equal to ma നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ A is equal to F by m ആണ്. അപ്പോൾ എഫിന് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ എം കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാണ്? മൈനസ് ജി എൽ ഇൻറ്റു എസ് എന്ന് കിട്ടി. അപ്പോൾ ആക്സലറേഷൻ ഉള്ളൊരു ഫോമുല നമുക്ക് കിട്ടി. ഇനി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സലറേഷനുള്ള ഒരു ഫോമുല നമുക്ക് പഠിക്കാനുള്ളതാണിത്. എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ടി. ഇത് എക്സ് ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പോൾ ഈ ഫോമുല രണ്ടെണ്ണം നമ്മൾ കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കൂ, എ ഇസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എസ് എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ടി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ജി ബൈ എൽ എന്തിന് ഈക്വൽ ആണ്? ഒമേഗ സ്ക്വയറിന് ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ബൈ എൽ. ഇതിൽ നിന്ന് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇത് പീരിയഡ് ഓഫ് ഓസിലേഷനുള്ള ഫോമുല നേരത്തെ നമ്മൾ പഠിച്ചു. ടി ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. അപ്പോൾ ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? റൂട്ട് ഓഫ് ജി ബൈ എൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ എൽ. ഈ എൽ നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതാണ് പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ബൈ ഓസിലേഷൻ മെത്തേഡാണ്. ഡയമെൻഷണൽ മെത്തേഡിൽ നമ്മൾ ഇതേ ഫോമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു രീതിയിലായിരുന്നു എന്ന് മാത്രം. ഫോർ സെക്കൻഡ്സ് പെൻഡുലം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീരിയഡിൻ്റെ വാല്യൂ എന്താണ്? 2. ഇത് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ഡെറിവേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം വിച്ച് ടിക് സെക്കൻഡ്സ് ടിക്ക് ചെയ്യുന്നത്, അതായത് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഇപ്പോൾ ഇവിടെ നമുക്ക് പീരിയഡ് കാണാനുള്ള ഫോമുല അറിയാം. ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതിന് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2π സ്ക്വയർ ചെയ്ത 4π സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി. റൂട്ട് ഓഫ് എൽ ബൈ ജിനെ സ്ക്വയർ ചെയ്ത എൽ ബൈ ജി. ഇതിൽ നിന്ന് നമ്മൾ എല്ലിനുള്ള ഫോമുല, കാരണം നമ്മളോട് ഇവിടെ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലിനുള്ള ഫോമുല കിട്ടി. എല്ലിനെ നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ ജി നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ ടി സ്ക്വയർ ഇൻറ്റു ജി വന്നു. 4π സ്ക്വയർ നേരെ അടിയിലേക്ക് പോയി. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ജി ബൈ 4π സ്ക്വയർ എന്ന് കിട്ടി. നമുക്കറിയാം സെക്കൻഡ്സ് പെൻഡുലാകുമ്പോൾ പീരീഡ് എത്രയും ടി ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജിയുടെ വാല്യൂ 9.8 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു ടി സ്ക്വയറിന് പകരം 2 സ്ക്വയർ ഇൻറ്റു ജിക്ക് പകരം 9.8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 സ്ക്വയർ ആണ്. അപ്പോൾ ഈ ന്യൂമറേറ്ററിലെ മൾട്ടിപ്ലൈ 4 ഇൻറ്റു 9.8 എന്ന് പറയുമ്പോൾ 39.2 ആണ്. അതുപോലെ തന്നെ 3.14 സ്ക്വയറിനെ നമ്മൾ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടി 39.44. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 0.99 മീറ്റർ.